കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസനിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഒരു ചെറിയൊരു മെസ്സേജായിട്ട് പറയാൻ എൻ്റെ ഹൃദയത്തിലൊരു പ്രേരണ കിട്ടി. ഞാൻ ഇന്ന് പകലിൽ അല്പസമയം ദൈവവചനം ധ്യാനിക്കാനും കുറച്ചധിക സമയം ധ്യാനിക്കാനൊക്കെ ഇടയായി തീർന്നു. പല കാര്യങ്ങൾ ദിവസത്തിലിരുന്ന് വായിക്കാനും പഠിക്കാനും കേൾക്കാനൊക്കെ ഇടയായി തീർന്നു. അതെൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു. കർത്താവിൻ്റെ സഭ അല്ലെങ്കിൽ ദൈവമക്കൾ എന്നുള്ളത് ഏതോ മിഥ്യാധാരണയിലൂടെ മുൻപോട്ട് പോകുന്ന ഒരു സമൂഹമായി പോയോ എന്ന് എൻ്റെ ചിന്ത. സ്വതന്ത്രം. കാരണം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാംശം പ്രാപിച്ചു, വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. എന്താണ് നമ്മുടെ ഗോൾ, എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളതിനെ കുറിച്ച് വേണ്ട രീതിയിൽ പലർക്കും ബോധ്യമാകുന്നില്ല എന്ന് തോന്നിപ്പോകുന്നു ജീവിതം കണ്ടിട്ട്. പലരുടെയും വയോവൃദ്ധനായ ഒരു ദേവദാസൻ എന്നോട് ഒരിക്കലും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു: സഹോദരൻ എന്തിനാ രക്ഷിക്കപ്പെട്ടത്? പെട്ടെന്ന് ആ ചോദ്യം എന്നെ അങ്ങ് ആശയക്കുഴപ്പത്തിൽ. ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടത് കർത്താവിൻ്റെ വേല ചെയ്യാൻ. അടുത്ത ആളോട് ചോദിച്ചു, എന്തിനാ രക്ഷിക്കപ്പെട്ടത്? ഓരോരുത്തർ ഓരോ പൊട്ടത്തരം പറയും. അവസാനം ഈ വയോവൃദ്ധൻ പറഞ്ഞ ഒരു മറുപടി എന്നെ ചിന്തിപ്പിക്കാനിടയായി. അന്ന് മുതൽ ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങി. നമ്മൾ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും പരിശുദ്ധാംശം പ്രാപിച്ചതും വിശുദ്ധിയിൽ വേർപാടിൽ ജീവിക്കാൻ തീരുമാനിച്ചതും പ്രസ്ഥാനങ്ങളൊക്കെ വിട്ട് ഈ ദൈവകൃപയുടെ അനുഭവത്തിലേക്ക്, ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക്, ഈ ആത്മീയ അനുഭവത്തിലേക്ക് വന്നതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം സ്വർഗത്ത് പോകാനാണെന്നുള്ള ഒരു ചിന്ത അന്നുവരെയും എൻ്റെ ഹൃദയത്തിലുണ്ടായില്ല. രക്ഷിക്കപ്പെട്ടു, 4 പേരെ കാണിച്ച് സ്നാനപ്പെട്ടു, കുറേ കാത്തിരിപ്പ് മീറ്റിങ്ങുകളിലൊക്കെ കൂടി അങ്ങ് അഭിഷേകം പ്രാപിച്ചു, ഒരു അന്യഭാഷ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി, കൺവെൻഷൻ നടത്താൻ പോയി, മീറ്റിംഗ് നടത്തി, അവിടെ നടത്തി, ഇവിടെ പോയി, അങ്ങനെ പലതും ഒക്കെ ചെയ്തു കൂട്ടി. ഒത്തിരി ത്യാഗങ്ങളൊക്കെ ചെയ്തു, ഒത്തിരി ആത്മീയ പ്രകടനങ്ങളൊക്കെ നടത്തി മുൻപോട്ട് പോകുന്ന വേളയിലാണ് ഈ ചോദ്യം എനിക്കെതിരെ വരുന്നത്. അപ്പം എന്തിനാണ് രക്ഷിക്കപ്പെട്ടെന്ന് പോലും അറിയാതെ പോകുന്ന ഒരു വലിയ സമൂഹമായി മാറി ഇന്നത്തെ ക്രൈസ്തവ കുളം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാംശം പ്രാപിച്ചു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലർ ഇറങ്ങി, ചിലർ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട് എന്ന് പറഞ്ഞാൽ ട്രാക്ട് കൊടുക്കും, പരസ്യ മീറ്റിങ്ങും ഉപവാസ പ്രാർത്ഥന, അങ്ങനെ വേണ്ട വിവിധ നിലയിലുള്ള ആത്മീയ കൂട്ടായ്മകളിലൊക്കെ കൂടി ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ അങ്ങ് പോവുക. എങ്ങോട്ടാ പോകുന്നത്, എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ലക്ഷ്യവുമില്ല. ഇതുപോലെ വയോവൃദ്ധന്മാരായ ദേവദാസന്മാരുടെ മുമ്പിൽ ചെന്ന് പെടുമ്പോഴാണ് നമ്മുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത്. സഹോദരങ്ങളെ, വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഈ കാര്യം ഒന്ന് മനസ്സിലാക്കും. ഒരൊറ്റ ജീവിതമേ നമുക്കുള്ളൂ. 70-80 സംവത്സരം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കും. അത് മനുഷ്യനായിട്ട് ജീവിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ ഭൂമി. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം ഒരാത്മാവായിട്ട് നിത്യസന്തോഷത്തിലോ നിത്യമായ യാതനാ സ്ഥലത്തോ ആണ് പിന്നെ നമ്മുടെ ജീവിതം. അത് സ്പിരിറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്, ആത്മാവിലാണ് ജീവിക്കുന്നത്, ആത്മശരീരത്തിലാണ് ജീവിക്കുന്നത്. നരകത്തിൽ കിടക്കുന്ന, യാതനാ സ്ഥലത്ത് കിടക്കുന്ന ധനവാനും അവൻ്റെ ഒരു ആത്മശരീരത്തിൽ അവിടെ കിടക്കുന്നത്. ഈ ആത്മശരീരത്തിലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഈ യാതന സ്ഥലം അനുഭവിച്ചിങ്ങനെ കിടക്കാൻ മരിക്കുന്നില്ല. മരിച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഓർമ്മകളെല്ലാം പോയി, എല്ലാം എരിഞ്ഞടങ്ങി, എല്ലാ സ്വപ്നങ്ങളും തീർന്നു. മനുഷ്യൻ്റെ എല്ലാ അവസാനിക്കുന്ന ഒരു അനുഭവമാണല്ലോ മരണം. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് നിത്യമായ നരകത്തിലോ അല്ലെങ്കിൽ യാതനാസ്ഥലത്തോ അല്ലെങ്കിൽ നിത്യമായ ദൈവിക സന്തോഷത്തിലോ കർത്താവിനോടൊപ്പമോ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലോ നമ്മുടെ ആത്മാവ് ജീവിക്കുന്നു എന്ന് എത്ര പേര് മനസ്സിലാക്കും?
ചിലരൊക്കെ ചില പ്രത്യേക ക്രൈസിസ് വരുമ്പോൾ എനിക്കങ്ങ് മരിച്ചാൽ മതി. മരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടായി പോണേ? വല്ല ധാരണയുണ്ടോ? അപ്പം മരണാനന്തര ജീവിതം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം. ഈ ഭൂമിയിൽ ഒരു ദൈവബദലായി ജീവിക്കുമ്പോൾ ആഫ്റ്റർ ഡെത്ത് എന്നുള്ള ഒരു വിശേഷത്തെ ഒരു അവസ്ഥയെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് കൃത്യമായ വ്യക്തമായ ഒരു കാൽക്കുലേഷൻ നമുക്കുണ്ടായിരിക്കണം, ഒരു തിട്ടപ്പെടുത്തൽ നമുക്കുണ്ടാകണം. നിങ്ങളെ ദൈവവചനം പഠിപ്പിച്ച പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയിരിക്കുക അറിവാണ് ഞാൻ പറയും. ഇന്നത്തെ ഈ പിള്ളേരൊക്കെ ഈ പ്രസംഗിക്കുന്നു, അവർക്കൊന്നും സ്വർഗരാജ്യവും നിത്യതയെക്കുറിച്ചൊക്കെ യാതൊരു ബോധവും ഇല്ല. ഈ ലോകത്തിൽ സുഖസുന്ദരമായി ജീവിച്ച് ലോകമനുഷ്യൻ സൂഹിക്കുന്ന പോലെ, ലോകമനുഷ്യൻ ജീവിക്കുന്ന പോലെ ഒരു ആത്മീയൻ എന്ന് പറയുന്നവൻ ജീവിച്ചെരിഞ്ഞടങ്ങണമെന്നാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് വലിയ വിശേഷമൊന്നുമില്ല. നമ്മുടെ ജീവിതം കർത്താവിനെ പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് നമ്മുടെ ആത്മാവ് നിത്യതയിലേക്ക് പോകുമോ എന്നുള്ളതിനെ കുറിച്ചൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നന്നായിരുന്നു. ഞായറാഴ്ച സഭായത്തിന് കൂടി വരുന്നത്, ഇട മീറ്റിങ്ങിൽ വരുന്നത്, കോട്ടേജ് മീറ്റിംഗ്, ഉപവാസ പ്രാർത്ഥന, കൺവെൻഷൻ, ഏത് ആത്മീക കൂട്ടായ്മയായാലും നമ്മൾ കടന്നുപോയി അവിടെ പോയി ദൈവവചനം കേട്ട് ദൈവസന്നിധിയിൽ നിന്ന് സന്തോഷിച്ച് വചനം കേട്ട് ബലപ്പെട്ട് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അതിന് ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവ് ഇത് നാം ഓരോ ദിവസവും പ്രാപിച്ചുകൊണ്ടിരിക്കണം. രക്ഷിക്കപ്പെട്ടവൻ രക്ഷാപൂർത്തിയിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഓരോ ദിവസവും വെമ്പലോടെ ആവലോടെ അവനായിരിക്കണം. ഇന്നത് കാണുന്നില്ല. രക്ഷിക്കപ്പെട്ടവർ ഞായറാഴ്ച കൂട്ടായ്മയ്ക്ക് വന്ന് കൂട്ടായ്മ കൂടി സുഖകരമായൊരു ചാപ്പാടൊക്കെ അടിച്ച്, ചിലർക്ക് ബിരിയാണി ആയിരിക്കും, ചിലർക്ക് കഞ്ഞി ആയിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതൊക്കെ കഴിച്ചിങ്ങനെ സുഖമായിട്ടിങ്ങനെ പോവുക, സുഖസുന്ദരമായൊരു ജീവിതം നയിക്കുക. അതിലപ്പുറം ഇന്നത്തെ വിശ്വാസികൾക്ക് ഒരു ചിന്തയുമില്ല. ഞാനിത് അനേകരെ ഇൻ്റർവ്യൂ ചെയ്ത് മനസ്സിലാക്കി പഠിച്ച് പറയുന്ന കാര്യം വെറുതെ വിടുവായിത്തരം പറയുകയല്ല. ഈ ന്യൂ ജനറേഷൻ ചർച്ചകളിലൊക്കെ ആയിരങ്ങൾ പതിനായിരങ്ങൾ കൂടി വരുന്നു. അവരിൽ ഒന്നോ രണ്ടോ പേരെ വിളിച്ച് മാറ്റി നിർത്തി അവരൊന്ന് ഇൻ്റർവ്യൂ ചെയ്താൽ ഒരു 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് അവരുടെ ഉള്ളം മനസ്സിലാക്കാൻ കഴിയും. അവർ രക്ഷിക്കപ്പെട്ടവരല്ല. അപ്പോൾ തന്നെ അവർ സ്നാനപ്പെട്ടു, അപ്പോൾ തന്നെ ഒരു പരിശുദ്ധാത്മാംശം പ്രാപിച്ച് അന്യഭാഷ പറയുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. ജീവിതവും ക്രിസ്തുവും ദൈവവുമായിട്ട് യാതൊരു ബന്ധവും അവർക്കില്ല. കർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു സഹോദരന്മാരെ. കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും, തെറ്റി ഒഴിയാവതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. എന്നാൽ രാത്രിക്ക് ഇരുളിനുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. തെസ്സലോനിക്ക സഭയുടെ പൗലോസ് പറഞ്ഞ ഉണർന്ന് സുബോധമായിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഒത്തിരി വേദഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തിൽ വരുന്നെങ്കിലും ചിലത് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സന്ദേശം ഞാൻ മുൻപോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുക. പത്രോസ് 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര മനോഹരമായൊരു സന്ദേശമാണ് പത്രോസ് പറയുന്നത്. എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? പത്രോസ് തന്നെ അവിടെ പറയുന്നുണ്ടോ? 1 പത്രോസ് 4-ന്റെ 7-ാം വാക്യത്തിൽ എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. സകലത്തിനും മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കുക, സുബോധത്തോടെ ജീവിക്കുക, കർത്താവിൻ്റെ വരവിനെ എതിരേൽക്കാൻ സുബോധത്തോടെ ജീവിക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്
ദൈവറിവിലേക്ക് വന്നപ്പോൾ ഒരു കുചേലനായിരുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ജോലി കിട്ടി, 4 അക്ക ശമ്പളം, 5 അക്ക ശമ്പളം, മക്കളെല്ലാം വിദേശത്ത്, ഇട്ടുമൂടാനുള്ള കാശ്. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ദൈവം ഞങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി. ദൈവം ഞങ്ങളെ മാനിച്ചു. ദൈവം ഞങ്ങളെ ഉന്നതമായ അനുഭവത്തിലേക്ക് ആക്കി എന്നൊക്കെ പറഞ്ഞ് സംതൃപ്തി അടഞ്ഞു പോകുന്ന ഒരു ആത്മീക ഗോളമായി ഇന്നത്തെ ആത്മീയ ഗോളം അധപ്പതിച്ചു പോയി, ജീർണിച്ചു പോയി എന്ന് പറയുന്നതിൽ വലിയ വേദനയുണ്ട് ഹൃദയത്തിൽ. ഈ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാഭിഷേകം പ്രാപിച്ചു, ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ ദൈവം തന്നു എന്ന് അവകാശപ്പെടുന്നവർ പോലും ആത്മീയമായ യാതൊരു പ്രത്യാശയില്ലാത്തവരായിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ടവൻ്റെ മുഖത്ത് നോക്കിയാൽ സന്തോഷം കാണുമല്ലോ. അവൻ്റെ വാക്കുകൾ ഒന്ന് കേട്ടാൽ നമ്മളുടെ ഉള്ളിൽ ഒരു പിടയ്ക്കലുണ്ടാകും. കാരണം അവൻ്റെ പ്രത്യാശ വാക്കുകളിൽ നിഴലിച്ചു നിൽക്കും. അവൻ്റെ സന്തോഷം നമുക്ക് ആ വാക്കുകളിലൂടെ വെളിപ്പെട്ട് വരും. അവൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്ത അവൻ്റെ വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ വെളിപ്പെട്ട് വരും. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ക്യാപ്റ്റൻ ഷാമൂൽ എന്ന് പറഞ്ഞൊരു ദേവദാസൻ ജീവിച്ചിരുന്നു. 2012 ആ മാന്യദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഞാൻ എൻ്റെ പ്രസംഗത്തിലെടുത്ത് ഉദ്ധരിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇപ്പം പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക്, അദ്ദേഹം കേരളത്തിൽ വന്ന് കേരളത്തിലെ വിശ്വാസികളെയൊക്കെ ശക്തമായി പ്രബോധിപ്പിച്ച് ഉണർത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനും ആ കൂട്ടത്തിൽ മീറ്റിങ്ങിനൊക്കെ പോകാൻ എനിക്കിടയായി. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതി. അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന ഇതാണ്: കേരളക്കരയിൽ വരുമ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് വീട് കിട്ടി, കാറ് കിട്ടി, എനിക്ക് വിവാഹം നടന്നു, എൻ്റെ മക്കളെ വിദേശത്തേക്ക് അയച്ചു. 4 മക്കൾ 4 രാജ്യങ്ങളിൽ, 4 പണം ഞങ്ങളുടെ 4 രാജ്യത്തുള്ള രൂപകൾ, ഞങ്ങളുടെ പൗണ്ടും റിയാലും പിന്നെ കെനിയും പിന്നെന്താ യൂറോ ഡോളറും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവർ ഒത്തിരി പേരുണ്ട്. എന്നാൽ ഞങ്ങളുടെ ഇടയിൽ വടക്കേ ഇന്ത്യയിൽ നിങ്ങൾ വന്നാൽ അവരുടെ സാക്ഷ്യം ഇതാണ്. നിറകണ്ണോടെയാണ് അവർ സാക്ഷ്യം പറയുന്നത്. ഞാൻ വിഗ്രഹങ്ങളെ ആരാധിച്ചൊരു മനുഷ്യനായിരുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഞാൻ അഭിഷേകം പ്രാപിച്ചു, എനിക്കൊത്തിരി സന്തോഷം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നു. ഈ ഭൂമിയിലെ ദുഃഖങ്ങളെല്ലാം വിട്ട് നിത്യതയിൽ സന്തോഷിക്കാമെന്നൊരു പ്രത്യാശ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നു. എൻ്റെ വീട് നഷ്ടമായി, എൻ്റെ ഭാര്യയെ നഷ്ടമായി, എൻ്റെ മക്കളെ നഷ്ടമായി, എൻ്റെ സമ്പാദ്യം മുഴുവൻ പോയി. ഞാൻ ഇന്ന് വളരെ കഷ്ടതയിലും ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലും ജീവിക്കുന്നു. പക്ഷേ എൻ്റെ ഉള്ളിലുള്ളൊരു പ്രത്യാശ 70 80 സംവത്സരം കഴിയുമ്പോൾ ഈ ലോകത്തിൽ ഞാൻ മാറ്റപ്പെടും, അല്ലെങ്കിൽ കർത്താവ് വരും. അപ്പോൾ നിത്യതയിൽ പോയി സന്തോഷിക്കാം, ദൈവരാജ്യത്തിൽ പോയി സന്തോഷിക്കാം, ആ സ്വർഗീയ സന്തോഷത്തിൻ്റെ തിമിർപ്പിൽ അവിടെ ആയിരിക്കാം എന്നൊരു പ്രത്യാശയാണ് ഞങ്ങളെ ഭരിക്കുന്നതെന്ന് ആ മനുഷ്യൻ തൻ്റെ കൂടെയുള്ള വിശ്വാസികളുടെ സാക്ഷ്യത്തെ എടുത്ത് ഇവിടെ പ്രബോധിപ്പിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ കാറ് കിട്ടി, വീട് കിട്ടി, വിസ കിട്ടി, ജോലി കിട്ടി, 4 മക്കളും വിദേശത്തായെന്നും പറയുന്നത് സന്തോഷിച്ച് തുള്ളി തുള്ളി ചാടിക്കൊണ്ടിരിക്കുക. അവർ പറഞ്ഞു രക്ഷിക്കപ്പെട്ട് ദൈവത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് ഭാര്യയെ നഷ്ടമായി, ഭാര്യയെ കളഞ്ഞിട്ട് പോയി. അങ്ങനെയാണല്ലോ ഒത്തിരി പേരുടെ. പിന്നെ മക്കളൊക്കെ നോക്കാതെയായി. മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് സുവിശേഷ വിരോധികൾ ഒളിഞ്ഞിരുന്ന് വടിക്ക് തല്ലുക. ആ തല്ല് കണ്ടുകൊണ്ട്, ആ തല്ലും കൊണ്ടുകൊണ്ടാണ് പോകുന്നത് മീറ്റിങ്ങിന്. തിരിച്ചു വരുമ്പോഴും തല്ല് കിട്ടും, പോകുമ്പോഴും തല്ല് കിട്ടും. പക്ഷേ എന്തെന്നല്ലാത്തൊരു സന്തോഷം. ധാന്യം രുചി വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധിക സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുന്നു. പത്രോസ് പറയുന്ന സന്തോഷം ഏതാ? സ്വതന്ത്രം. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ കഴിയും. ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചു. അങ്ങനെ വീണ്ടും ജനിപ്പിച്ചെങ്കിലും ഇപ്പോൾ നാനാപരീക്ഷകളാൽ ഈ ഭൂമിയിൽ എന്ത് ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടു കൂടി ആനന്ദിക്കുന്നു. രക്ഷിക്കപ്പെട്ടവർക്ക് ഈ സന്തോഷമുണ്ടോ ഇന്ന്? ഞങ്ങളുടെ ഒരു പാസ്റ്ററുണ്ട്, ഞങ്ങളുടെ അടുത്ത.
1-2 കിലോമീറ്റർ കണ്ട് ഇത്രയും ഉള്ളിലുള്ള ദൂരമേ ഉള്ളൂ. പുള്ളി വരുത്തി ചിരിപ്പിക്കുക ചെയ്ത്. ചിരിക്കാൻ അറിയത്തില്ല പുള്ളി. ചില സുവിശേഷം കൊണ്ട് കാശുണ്ടാക്കിയൊരു മഹാനാ, കോടികളുണ്ടാക്കി. പുള്ളിയുടെ പ്രസംഗങ്ങൾ ഞാൻ പല സ്ഥലങ്ങളിലും കേട്ട് നോക്കിയിട്ട്, പല ക്ലിപ്പുകളും കേട്ട് നോക്കിയിട്ട്, ഇതുപോലെ ഹതഭാഗ്യനായ ഒരു മനുഷ്യൻ ലോകത്തുണ്ടെന്ന് എനിക്കറിയത്തില്ല. കഞ്ഞിക്ക് വകയില്ലാതെ വചനം കൊടുത്തുകൊണ്ട് ഇറങ്ങി തിരിച്ചു. ഇപ്പോൾ കോടികൾ സമ്പാദിച്ചു. ദൈവം അനുഗ്രഹിച്ചു. ഇപ്പോഴും പറയുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ്. എങ്ങനെയാണാവോ? റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കാൻ പോവുക, മറ്റ് വിവിധ ബിസിനസ് ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കാൻ പോവുക. അനുഗ്രഹിച്ച് കോടികൾ കയ്യിൽ വന്നെങ്കിലും പിന്നെയും അനുഗ്രഹം, ആത്മീയ അനുഗ്രഹം അല്ല, ഭൗതിക അനുഗ്രഹം, അതിൻ്റെ പുറകെ നടക്കുക. അപ്പോൾ അവരാൽ നടത്തപ്പെടുന്ന വിശ്വാസികളും യഥാമാതാ തഥാപുത്രി ഇവരെ പോലെ തന്നെ അവരും വരും. നമ്മൾ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും പരിശുദ്ധാംശവും പ്രാപിച്ചതും ഈ ഭൂമിയിലെ ഭൗതിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് സുഖിച്ച് പൊളച്ച് ജീവിക്കാനല്ല എന്ന് ഇന്നത്തെ ക്രൈസ്തവ ഗോളം, പെന്തക്കോ സമൂഹം നന്നായിട്ട് മനസ്സിലാക്കണം, ഗ്രഹിക്കണം. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിച്ചിരിക്കുന്ന നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. രക്ഷിക്കപ്പെട്ട നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ചിന്ത, കർത്താവ് വരും, എന്നെ ചേർക്കും, എൻ്റെ കഷ്ടത മാറും, എൻ്റെ കണ്ണുനീര് മാറും. വെളിപ്പാട് പുസ്തകം 21:5 പുതിയ ആകാശം പുതിയ ഭൂമി കണ്ടു. അവിടെ എന്തില്ല? കഷ്ടതയില്ല, കണ്ണീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, മരണമില്ല. 5 കൂട്ടം കാര്യങ്ങൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. എല്ലാ പ്രസംഗത്തിലും പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഈ ഭൂമിയിൽ കഷ്ടതയുണ്ട്, കണ്ണുനീരുണ്ട്, ദുഃഖമുണ്ട്, മരണമുണ്ട്, മുറവിളിയുണ്ട്. എന്നാൽ നാം പോകുന്ന നിത്യതയിൽ കണ്ണുനീരില്ല, കഷ്ടതയില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, മരണമില്ല. 5 കൂട്ടം കാര്യങ്ങൾ ഇവിടെ കൊടികുത്തി വാഴുന്നു. നമ്മൾ പോകുന്ന നിത്യതയിൽ അതൊന്നുമില്ല. പ്രവാചക ഭാഷയിൽ പറഞ്ഞാൽ നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അതാ ഒരു ഭക്തന്റെ ജീവിതം. കഷ്ടതകൾ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇന്നത്തെ പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും യാതൊരു ബോധവും ഇല്ലാത്തൊരവസ്ഥയാണ് ഞാൻ കണ്ടുവന്നിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കഷ്ടത എന്തിനു വരുന്നു? കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണു സിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പൊ കഷ്ടതയിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു അനുഗ്രഹമാണ് പ്രത്യാശ. ആ പ്രത്യാശയുള്ളവരാണ് കർത്താവിൻ്റെ ഊരിൽ പോകുന്നത്. പ്രത്യാശ ആത്മാവിൻ്റെ ഒരു നങ്കൂരമെന്ന് എബ്രായലേഖനം 6-ാം അധ്യായം പഠിപ്പിക്കുന്നു. ഏത് പ്രതികൂല സാഹചര്യത്തിലും കപ്പൽ ആടി ഉലഞ്ഞു പോകാതിരിക്കാൻ കപ്പലിനെ നങ്കൂരമിട്ട് സൂക്ഷിക്കുന്നത് പോലെ, സംരക്ഷിക്കുന്നത് പോലെ, ഒരു ദൈവവൈദ്യൻ്റെ ജീവിതത്തിൽ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കവും ഭാരം പ്രയാസം വന്നാലും കുലുങ്ങിപ്പോകാതെ ജീവിക്കുവാൻ ആത്മാവിൻ്റെ ഒരു നങ്കൂരമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ എബ്രായലേഖനം 6-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്രത്യാശയുള്ള എത്ര ദൈവമക്കളുണ്ട്? എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ വാസ്തവമായിട്ട് ചോദിക്കുക, നിങ്ങൾ കർത്താവിൻ്റെ വരവിന് ഒരുങ്ങിയിരിക്കുന്നവരാണോ? ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ ആത്മാവ് നിത്യതയിലാകുമെന്ന ഉറപ്പുള്ള എത്ര പേരുണ്ട്? നെഞ്ചത്ത് കൈവച്ച് ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് പറ, യെസ് ലോർഡ്, ഞാനതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് പണമുണ്ടാകാം, നിങ്ങൾക്ക് പ്രതാപമുണ്ടാകാം, നിങ്ങൾക്ക് കോടീശ്വരന്മാരായ മക്കളുണ്ടാകാം, നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ വീടുണ്ടാകാം, നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ കാറുണ്ടാകാം, നിങ്ങൾക്ക് എല്ലാവിധ ലോകത്തിലെ സുഖ സൗകര്യങ്ങളും സ്വത്രം ലഭ്യമായെന്ന് വരാം. ഇതെല്ലാം മരണമെന്ന പ്രതിഭാസത്തിലൂടെ നമ്മളിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം നിയമിച്ചിരിക്കുന്നു. മരണാനന്തരം നമ്മൾ സമ്പാദിച്ചു കൂട്ടിയതും നമ്മൾ വാരിക്കോരി കൂട്ടിയതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇതെല്ലാം വിട്ടേച്ച് ഏകനായി നമ്മൾ കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ. മരണമെന്ന പ്രതിഭാസത്തെ നേരിടാത്ത ഒരൊറ്റ മനുഷ്യനും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. എല്ലാവരും മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. സ്വത്രം.
എന്നാൽ മരണാനന്തര ജീവിതം കർത്താവിനോടൊപ്പം ആയിരിക്കുമെന്നുള്ള പ്രത്യാശ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാനാണ് ഈ സന്ദേശം വൈകിയ വേളയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്കതുണ്ടോ? കർത്താവിൻ്റെ വരവിലെ പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടോ? സൗരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെക്കുറിച്ച് നിങ്ങളെ എഴുതിയേൽപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരുമ്പോൾ കർത്താവിൻ്റെ വരവ് വരുന്നു നിങ്ങൾ നന്നായി അറിയുന്നല്ലോ. നമ്മുടെ ട്രംപ് അമേരിക്ക മുഴുവൻ സന്ദർശിച്ച് അമേരിക്കൻ ഭരണത്തലവനായ ട്രംപ് ഗൾഫ് രാജ്യങ്ങളെല്ലാം സന്ദർശിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ നല്ലൊരു ശതമാനം, സൗദി, ഖത്തർ, ഇതൊക്കെല്ലാം സന്ദർശിച്ചിട്ട് പുള്ളി തിരിച്ച് അമേരിക്കയിലേക്ക് പോയി. പുള്ളിയുടെ സന്ദർശനം എന്തായിരുന്നു? ഒറ്റ വാക്കി പറഞ്ഞാൽ 10 ചക്രം ഉണ്ടാക്കണം. ഞാനതൊക്കെ പറയുക, അവളെ തുറന്ന് പറയുക. അദ്ദേഹം ഒരു ആത്മീയനായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് അനുകൂലവാദിയാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. പോപ്പ് മരിച്ച സ്ഥാനത്ത് വേറൊരു പോപ്പ് അവരോധിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അത് ദൈവനിശ്ചയമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമനം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹം വേദോസ്തവം വിശ്വസിക്കുന്നു. വേദോസ്തവം ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ ദൈവമുണ്ടെന്നും കർത്താവ് ഭൂമിയിൽ ജീവിച്ച് വന്നു പാപികളെ രക്ഷിച്ചെന്നും വീണ്ടെടുത്തെന്നും കർത്താവ് വരുന്നെന്ന് പോലും വിശ്വസിക്കുന്നതായിട്ടൊരു വാക്കിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരെ പോലെ പ്രസംഗം 2-3 മണിക്കൂർ തകർത്ത് തരിപ്പണമാക്കി പ്രസംഗിച്ചാലും, ആൾക്കാരെ പാരയിട്ട് കുത്തി ഇളക്കുന്ന പോലെ കുത്തി ഇളക്കിയാലും, കർത്താവിൻ്റെ വരവുണ്ടെന്നും ആ വരവിന് വേണ്ടി ഒരുങ്ങണമെന്നും ഒരു വാക്കുപോലും പറയാത്ത പ്രസംഗ പീഠങ്ങൾ, പ്രാസംഗികരെ ഓർത്ത് ഞാൻ എൻ്റെ തല കുനിക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത് വേദന കൊണ്ട് പറയുക? നമ്മുടെ ലക്ഷ്യം കർത്താവിൻ്റെ വരവാണ്. നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യമാണ്. നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. നമ്മുടെ ലക്ഷ്യം 60-70 സംവത്സരം കഴിഞ്ഞാൽ, 70-80 സംവത്സരം കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു ആത്മദേഹിയായി വിശ്രാമ സ്ഥലത്ത് പോയി വിശ്രമിക്കുകയും കർത്താവിൻ്റെ വരയിൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നിത്യതയിൽ പോയി, അല്ലെങ്കിൽ ജീവനോടിരിക്കുന്നവരാണെങ്കിൽ രൂപാന്തരവും, മരിച്ചവരാണെങ്കിൽ ഉയർത്തെഴുന്നേറ്റും സ്വർഗീയ സന്നിധിയിൽ പോയി സന്തോഷിക്കുക, ദൈവസന്നിധിയിലായിരിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. അത് കഴിഞ്ഞ് 1000 ആണ്ട് പഠിച്ച പുതിയ ആകാശം ഭൂമി, ഒത്തിരി കാര്യങ്ങളുണ്ട്. കുറഞ്ഞ പക്ഷം കാഹളം ധ്വനിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പോ പിന്നെ രൂപാന്തരമോ എനിക്ക് നിങ്ങൾക്കും കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ ഇത്ര നാൾ ഈ ഭൂമിയിൽ ജീവിച്ചത് ശൂന്യമായി പോയെന്നാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് കർത്താവ് ചോദിച്ചു. കേരളക്കരയിലെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ തലതൊട്ടപ്പന്മാരായ പഴയ പിതാക്കന്മാർ ഒത്തിരി പേരുണ്ട്. അവരെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആ പിതാക്കന്മാർ പഠിപ്പിച്ച ഉപദേശമാണ് ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസ്തലിക ഉപദേശം, ക്രിസ്തുവിൻ്റെ ഉപദേശം, പഥ്യവചനം, പഥ്യോപദേശം, രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനം, ഭക്തിക്കൊത്ത് ഉപദേശം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. പുതിയ നിയമസഭയുടെ ആവിർഭാവം പ്രവൃത്തി 2. അവർ കേട്ട ഉപദേശം അപ്പോസ്തല ഉപദേശം. ഈ ഭൂമിയിൽ ഉടലെടുക്കുന്ന കൂട്ടങ്ങൾ 1, 2, 3, 5, 10, 10,000, 20,000, 5 ലക്ഷം, 10 ലക്ഷം എത്ര ആണെങ്കിലും അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും വരണം. അല്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. ഈ ഭൂമിയിൽ എരിഞ്ഞടങ്ങി നിത്യമായ നരകാഗ്നിയിലേക്ക് പോയി വീഴാനിടയായി. എൻ്റെ പ്രസംഗം സ്വർഗരാജ്യം, ദൈവരാജ്യം. അപ്പോസ്തലന്മാരുടെ പ്രസംഗം സ്വർഗരാജ്യം, ദൈവരാജ്യം. ഹല്ലേലൂയ. എനിക്കൊരു സഹോദരൻ അറിയാം, ഞങ്ങളുടെ നാട്ടുകാരനാണ്. പുള്ളി പറയണത്, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ 0 ആയിരുന്നു, ഇപ്പം ഞാൻ ഹീറോ ആയി, വലിയൊരു കോടീശ്വരനായി. കേരളക്കരയിൽ ആദ്യമായിട്ട് AC ഹോള് വെച്ചത് ഞങ്ങളാണ്. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് പ്രോസ്പെറിറ്റി മാത്രം പ്രസംഗിച്ച് ജനത്തെ ഇളക്കി മറിക്കുന്ന ഒരു സഹോദരൻ. ഞാൻ ആ മാന്യദേഹത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു, സങ്കടപ്പെടുന്നു. കാരണം
സക്കായിയുടെ ഭവനത്തിൽ കർത്താവ് വന്നിട്ട് ആ സുവിശേഷകൻ അവിടെ പറയുന്ന അവസാനത്തെ വാക്യം, അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന അവസാന വാക്യം, കാണാതെ പോയിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച വിശുദ്ധന്മാരാക്കി നമ്മളെ തീർത്ത് അനുഭവത്തിലേക്ക് നടത്തി നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടുപോകാനാണ് വന്നത്. രക്ഷാനുഭവവും സ്നാനവും അഭിഷേകവും വിശുദ്ധിയും വേർപാടൊക്കെ പാലിച്ച് നിത്യത പ്രാപിക്കാനാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. സ്വർഗരാജ്യത്തിൽ നമ്മൾ കാണാതെ പോയവരായിരുന്നു. റേഷൻ കാർഡിലും തിരിച്ചറിയൽ കാർഡിലും ലൈസൻസിലും ഇൻഷുറൻസിലും അവിടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ പേരും സിഗ്നേച്ചറും സകലവിധ റെക്കോർഡുകളും ഉണ്ടായി. പക്ഷേ സ്വർഗരാജ്യത്തിൽ നമ്മുടെ പേര് നിൽ ആയിരുന്നു, ഒന്നുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ പേരെവിടെയുണ്ട്? സ്വത്രം സ്വർഗരാജ്യത്തിൽ എഴുതിയിട്ടുണ്ട്, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ട്. അതാ നമ്മുടെ സന്തോഷം. എൻ്റെ സന്തോഷം അതാ. ഈ ഭൂമിയിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നെങ്കിലും എൻ്റെ ഉള്ളിലൊരു സന്തോഷമുള്ളത് കർത്താവിൻ്റെ വരവിൽ ആ സ്വർഗീയ സന്തോഷത്തിൻ്റെ തിമിർപ്പിൽ എനിക്കായിരിക്കാമെന്നുള്ളതാണ്. ഞാൻ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുക. കാരണം കർത്താവ് വന്നു കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ശരീരവും എൻ്റെ അവസ്ഥ എന്താണ് ഒന്ന് സ്വപ്നത്തിലൊന്ന് കാണിക്കണം കർത്താവേ. അതൊന്ന് ഞാൻ കണ്ടോട്ടെ. ആ അനുഭവം എന്നെ ഒന്ന് സ്വപ്നത്തിലൂടെയെങ്കിലും ഒന്ന് കാണിച്ചതാ. എൻ്റെ ഒടുങ്ങാത്ത പ്രത്യാശ ഞാൻ പറയുന്ന നിലവാറൊന്നുമല്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം ഒരുമിച്ച് കർത്താവിനെ ആകാശത്തിൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ കൂട്ടത്തിൽ നമ്മൾ കാണുമോ? എൻ്റെ ചോദ്യം അതാണ്. എൻ്റെ ഒരേ ഒരു ചോദ്യം അതാണ്. നിങ്ങൾ വലിയ ധനാഢ്യനായിരിക്കാം, നിങ്ങൾ വലിയ സംഭവമൊക്കെ ആയിരിക്കാം, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊന്നും എനിക്കറിയണ്ട. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾ എടുക്കപ്പെടുമോ? മരിച്ചു പോയാൽ നിങ്ങൾക്ക് ഉയർപ്പ് കിട്ടുമോ? ജീവനോടിരുന്നാൽ രൂപാന്തരം പ്രാപിക്കാൻ പറ്റുമോ? ഈ അവസ്ഥയിലേക്ക് നടത്തപ്പെടുന്ന അവസ്ഥയിലാണോ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം? നിങ്ങൾ ചെറിയവരോ വലിയവരോ മഹാനോ ഉന്നതനോ ഉയർന്നോ ആരും ആയിക്കൊള്ളട്ടെ, ധനവാനോ ദരിദ്രനോ, ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന ബുദ്ധിമുട്ടാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന ഒട്ടക സൂചിക്കൂടി കിടക്കുന്നതാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. അതും വ്യാഖ്യാനം ചെയ്ത് തല ഉത്തരയാക്കി വെച്ചിരിക്കുക പലരും. യെരൂശലേം ദേവാലയത്തിൽ സൂചിക്കോഴി ഉണ്ടെന്നോ അതിലൂടെ കൂട്ടകം കിടക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നമ്മുടെ ധനം അതിന് തടസ്സമെന്ന് തന്നെയാ കർത്താവ് പറഞ്ഞത്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിപ്പൻ ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിൽ കടിയിൽ കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കിരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടിടുന്ന ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ യുദ്ധം ചെയ്യുന്ന അതിലെ ഏറ്റവും മാരകമായ വെപ്പൺസ് അമേരിക്കയിലും ലണ്ടനിലും, അമേരിക്കയിലുള്ള കുറിച്ച് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. മാരകമായ വെപ്പൺസ് ഉണ്ടാക്കിയിട്ട് അത് സൂക്ഷിക്കാനായിട്ട് അവർ വളരെ തത്രപ്പെടുന്നു. വലിയ കുഴികൾ കുടിച്ച് അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചാലും ഈ അന്തരീക്ഷത്തിൻ്റെ സമ്മർദ്ദം നിമിത്തം അവിടെ ഇരുന്ന് പൊട്ടുമോ എന്ന് അവർ ഭയപ്പെടുന്നു. ഒരു ആർട്ടിക്കിൾ വന്നതാണ്, ഞാൻ വായിച്ചതാണ്. മനുഷ്യനെ കൊന്നൊടുക്കുന്ന ഈ മാരകമായ അണുവായുധങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് സൂക്ഷിക്കാൻ മനുഷ്യൻ ബന്ധപ്പെടുക. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, 100 പ്രാവശ്യമല്ല 1000 പ്രാവശ്യം ഈ ഭൂമിയെ ചുട്ടരിക്കാനുള്ള മാരകമായ വെപ്പൺസ് എല്ലാ രാജ്യങ്ങളും കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. എന്നിട്ടാണ് സമാധാനം എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയാം. അമേരിക്കൻ പ്രസിഡന്റ് ഗൾഫ് രാജ്യങ്ങളിലും ഇന്ത്യയിലും ലോകം മുഴുവൻ അവിടെ ഇവിടെയൊക്കെ പോയി കാര്യങ്ങൾ ക്രമീകരിച്ച് എൻ്റെ വിഷയം സമാധാനമാണ്, നമുക്ക് സമാധാനത്തോടെ ജീവിക്കണമെന്ന് പറഞ്ഞ് പല പരിപാടികൾ ഇദ്ദേഹം ആസൂത്രണം ചെയ്തെന്നിരിക്കട്ടെ, നല്ല കാര്യമാണ്, ഞാനതിനെ എതിർക്കുന്നില്ല. എന്നാൽ പൗലോസ് പറയുന്നു, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ പെട്ടെന്ന് നാശം വന്ന് സംഭവിക്കും.
ഒന്ന് രണ്ട് കാര്യങ്ങൾ, പ്രാവചനിക വിഷയങ്ങൾ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം. ഇസ്രയേലാണ് നമ്മുടെ കലണ്ടർ. രക്ഷിക്കപ്പെട്ട ദൈവവൈതലിൻ്റെ ഒരു കലണ്ടർ ഇസ്രയേലിനെ നോക്കിയാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഇസ്രയേല് പഴയ നിയമകാലത്ത് എങ്ങനെയായിരുന്നുവെന്നും അവർ മശിഹയെ തള്ളിക്കളഞ്ഞപ്പോൾ 160 രാഷ്ട്രങ്ങളിൽ അവർ ചെതറിപ്പോയെന്നും ആ ചെതറിപ്പോയ ഇടങ്ങളിൽ അവർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടെന്നും മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കുന്ന ക്രൂരമായ പീഡ അനുഭവിച്ചത് യഹൂദനാണെന്നുള്ള കാര്യം ദൈവമക്കൾ മറന്നു പോകരുത്. തേജോമനായ ദൈവത്തിൻ്റെ പ്രമാണം ലഭിച്ച ദൈവജനം ആണ് ഈ ക്രൂരമായ പീഡകൾ അനുഭവിച്ചതെന്നുള്ളത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച ദൈവമക്കളായി നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി യാഗമില്ല, നരകം മാത്രമേ ഉള്ളൂ എന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ ഒരു 5-8 വാക്യം വായിച്ച് പഠിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയും. വേണമെങ്കിൽ ഞാനതൊന്ന് വായിക്കാം. വായിക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ദൈവവചനമല്ലേ, വചനം വായിച്ച് കേൾപ്പിക്കുന്നതാണ് ഏറ്റവും സന്തോഷം. എൻ്റെ ജീവിതത്തിൽ വചനത്തിൽ നിലനിൽക്കാനാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ താല്പര്യം അതാണ്. കേട്ടോളൂ. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നമ്മളെ പുറം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി യാതൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. സ്തോത്രം. ശ്രദ്ധിച്ചോണേ, മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. അപ്പം മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷയുണ്ട്. ഇനി അടുത്ത് പറയുന്നത് ശ്രദ്ധിച്ചോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്നുണ്ടെങ്കിൽ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിക്കും. മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷ, ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിക്കാത്തവനും ശിക്ഷ. ഞാനല്ല, പൗലോസ് പഠിപ്പിച്ച കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കാൻ എനിക്കൊന്നും യാതൊരു യോഗ്യതയില്ല, എനിക്കതിനുള്ള റൈറ്റുമില്ല. ഗലാത്യർ 1:1 പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ട പൗലൂസിനെ കുറിച്ച് താൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ദൈവസഭയുടെ അപ്പോസ്തലനായി ദൈവം നിയമിച്ചു വെച്ചിരിക്കുന്നവൻ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷങ്ങളായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. എഫേസ്യർ 4:11. അപ്പൊ ദൈവം നിയമിച്ചു വെച്ചവരാണ് ഈ ഉപദേശം നമുക്ക് തന്നിരിക്കുന്നത്. പൗലോസ് പറയുന്നത്, നീ പ്രവാചകനായിരിക്കാം, ആത്മാവിനായിരിക്കാം, ഞാൻ എഴുതുന്ന ദൈവത്തിൻ്റെ കൽപ്പന. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും അവൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുഖാന്തരം തന്ന കൽപ്പന. അപ്പോൾ പൗലോസും മറ്റു കൂട്ടപ്പോസ്തലന്മാരും തരുന്നത് പുതിയ നിയമസഭയുടെ കൽപ്പനയാ, ലേഖനങ്ങളാണെന്നും പറഞ്ഞ് എഴുതി തള്ളല്ലേ. ദൈവം പണ്ട് ഭാഗമായി വിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. പുത്രൻ അരുളി ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളിവിടെ ഇല്ല, 20 തലമുറ 25 തലമുറ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ സത്യമാ. അരുളപ്പാടുകൾ ഏറ്റുവാങ്ങിയ ഒരു ഗ്രൂപ്പുണ്ട്. അവരാണ് ചാള പിടിച്ച് നടന്ന പത്രോസ്, യോഹന്നാനും, യാക്കോബും, യൂദയും, അന്ത്രോസും, പിന്നെ പൗലൂസ് അവനോട് കൂടി ആടിയപ്പെടുന്നു. അവരുടെ പ്രൊഫഷൻ നോക്കിയാൽ നമ്മുടെ ഉപദേശം എടുക്കുന്നത് ഒരു ഗുണവുമില്ല. അവർ മീൻ പിടിക്കുന്നവരോ അവർ വായി നോക്കുന്നവരോ എന്തോ ആയിക്കൊള്ളട്ടെ, അവരെ കർത്താവ് തിരഞ്ഞെടുത്തു. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. യോഹന്നാൻ 17:1 മുതൽ 20 വാക്യങ്ങൾ. ഈ ഭാഗം, ഇപ്പോൾ പറഞ്ഞ ഭാഗം കേട്ടവർ അതൊന്ന് വായിച്ച് പഠിച്ചോണം. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാതിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. പിതാവേ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അവർ ലോകക്കാരല്ലായിരുന്നു. അവർ ലോകത്തിൽ ജീവിച്ചെങ്കിലും ലോകക്കാരല്ല പോലെ അല്ല അവർ ജീവിച്ചത്. ഇന്നത്തെ പെന്തക്കോസ്തുകാർ ലോകക്കാരെ പോലെയാണ് ജീവിക്കുന്നത്.
ലോകക്കാരുടെ ഭാഷകളും ലോകക്കാരുടെ വേഷാഭൂഷാദികളും ലോകക്കാരുടെ എല്ലാം ഒപ്പിയെടുത്ത് ലോകക്കാരെ പോലെ ജീവിക്കുക. കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമെങ്കിൽ എൻ്റെ സേവകർ എന്നോട് പോരാടുമായിരുന്നു. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ കൊണ്ട് ലോകത്തിൽ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ഈ ലോകത്തിൻ്റെ അൻപവരാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് ശക്തമായി പറയുന്നുണ്ട്. ജനമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം അത് പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകും. ഈ ലോകം ചുട്ടടിക്കാൻ വെച്ചിരിക്കുക. ഒരു പുതിയ ലോകം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കാൻ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും പിന്നെ നിങ്ങൾ എൻ്റെ അടുക്കെ ചേർത്തുകൊള്ളും. കർത്താവ് നമുക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കാൻ പോകുന്നു. ആ പടി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കർത്താവ് അങ്ങോട്ട് ചേർത്തുകൊള്ളും. അതുകൊണ്ടാണ് പണ്ടുള്ള ഭക്തന്മാരൊക്കെ, സ്തോത്രം, അവര് വലിയ മാളികകളും വീടുകളൊന്നും കാശുണ്ടായിട്ടും പണിയാത്ത ഒത്തിരി പേര് എനിക്കറിയാം. കൂടാരങ്ങളിൽ അബ്രാഹാമിനെ പോലെ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയിൽ ജീവിച്ച് അവരക്കരെ പോയി. നമ്മളോ ക്രോധകലശം വീണാൽ പോലും പൊട്ടിപ്പോകാത്ത കോൺക്രീറ്റ് കൊണ്ടാണ് നമ്മൾ ബിൽഡിങ്ങുകളൊക്കെ പണിത് വെച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഒരു വിശുദ്ധൻ്റെ കാര്യം എൻ്റെ ഹൃദയത്തിലേക്ക് വരിക. അദ്ദേഹം പറഞ്ഞ ആ വാക്യം അങ്ങനെ തന്നെ പറയുന്നതാണ് ഭംഗിയെന്നാണ് എൻ്റെ ചിന്ത. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടാവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ടും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാത്തിരിപ്പ് എന്തിനാണ്? മക്കൾ വിദേശത്ത് പോകുന്നവർ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കോ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ചൂട്ടും കത്തിച്ച് എയർപോർട്ടിൽ പോയി കാത്തു കിടക്കുന്ന മാതാപിതാക്കളെ എനിക്കറിയാം. ജാതികളുടെ കാര്യം ഞാൻ വിടുക, എന്തൊക്കെ എനിക്കറിയാം. മോൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത്, കർത്താവിൻ്റെ വേണ്ടി കാത്തിരിക്കുന്നത്, വിശുദ്ധിയോടെ നിർമ്മലതയോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ച് ജീവിച്ച് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിച്ച് കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നുവോ? ഞാൻ നിങ്ങളോട് ചോദിക്കുക. ഓരോ ഞായറാഴ്ചയും വെമ്പലോടെ ആവലോടെ പോയി ദൈവത്തെ ആരാധിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച് ആത്മീയ വർധന പ്രാപിച്ച് ആത്മീയ നിറവ് പ്രാപിച്ച് കർത്താവിൻ്റെ വരവെന്നുള്ള ഏക ലക്ഷ്യത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവരെല്ലാം ഇവിടെ കിടന്ന് കയ്യും കാലൂട്ട് അടിക്കും. പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനാണെങ്കിൽ പോലും. ഇന്ന് സഭയത്തിന് വരുന്ന എന്ത് വിഷമിച്ചാ വരുന്നത്, എന്ത് ബുദ്ധിമുട്ടിയാ വരുന്നതെന്നറിയാവും. ആക്കാട്ടും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ ചില സഭായത്തിന് വരുന്നത്. എനിക്കതൊക്കെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ വേദനയാണ്. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെ, പഴയ നിയമത്തിലെ അല്ല, നമ്മുടെ മുമ്പുള്ള 3-4 തലമുറയ്ക്ക് മുമ്പുള്ള ഭക്തന്മാര്, അവരൊക്കെ ഞായറാഴ്ച നോക്കിയിരിക്കും സഭായത്തിന് വേണ്ടി വരാൻ, വന്ന് ദൈവത്തെ ആരാധിക്കാൻ, ആത്മാവിൽ സത്യത്തിൽ ആരാധിച്ച് സന്തോഷിക്കാൻ, ദൈവവചനം കേട്ട് ബലപ്പെടാൻ, ദൈവവചനം കേട്ട് ആത്മീയവർദ്ധന പ്രാപിക്കുവാൻ, ദൈവവചനം കേട്ട് സൗഖ്യം പ്രാപിക്കുവാൻ, ദൈവവചനം കേട്ട് ആത്മീക സന്തോഷത്താൽ നിറയപ്പെടുവാൻ, ദൈവവചനം കേട്ട് പ്രത്യാശ നിർഭരരായി ജീവിക്കുവാൻ ഓരോ സഭായങ്ങളെയും നോക്കിയിരിക്കുന്ന ഭക്തന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് സഭായോഗത്തിൽ വന്നാൽ പോലും ആ ഇരിപ്പും മട്ടും കണ്ടാൽ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഈ നാളുകളിൽ ആർത്തിയോടെ, ദാഹത്തോടെ, താല്പര്യത്തോടെ ഓരോ മീറ്റിങ്ങുകളും ഓരോ കൂടിവരവുകളും ആത്മീയ വളർച്ചയായി, ആത്മീയ വർധനവായി, ആത്മീയ നിറവായി നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ നമുക്ക് എടുത്തുകൊള്ളപ്പെടാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഗലീലാപുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരികെ വരും. ഞാനും നീയും ജീവിച്ചാലും ഇല്ലേലും, ഉണർന്നാലും ഉണർന്നില്ലേലും കർത്താവ് വരും. വചനവ്യവസ്ഥ പാലിച്ച് ഉണർന്ന് ജീവിക്കുന്നവർ കർത്താവിൻ്റെ വരവിൽ പോകും. അല്ലാത്തവർ ഇവിടെ കിടന്ന് താളം തല്ലും. നിന്റെ മേൽ എതിർക്രിസ്തു സംഹാര താണ്ഡവം നടത്തും. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. മരണത്തെ കൊതിക്കുന്ന ദിവസമായിരിക്കും, മരണത്തിന് വേണ്ടി ദാഹിക്കുന്ന ദിവസമായിരിക്കും നമുക്ക്. അങ്ങനെ ഒരു വിഷയം ഉണ്ടോ? അതുകൂടി പറഞ്ഞ് ഞാൻ ഈ മെസ്സേജിന് വിരാമം വിടാമെന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം
നിങ്ങൾ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ ഓർമ്മ. സോറി, 3 വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം. ഹല്ലേലൂയ. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. മലകളെ പാറകളെ ഞങ്ങളുടെ മേൽ വീഴുവെന്ന് പറയും. ദൈവസഭ മാറ്റപ്പെട്ട് എതിർക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ നടക്കുന്ന ഘോരമായ ഒരു പീഡയുടെ ഒരു അനുഭവമാണ് വചനത്തിലൂടെ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. വെളിപ്പാട് 9-ാം വാക്യം. മരണത്തിന് വേണ്ടി ദാഹിക്കുന്ന, മരണത്തിന് വേണ്ടി കൊതിക്കുന്ന ദിനങ്ങൾ ഇതാ വരാൻ പോകുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് ഉഴപ്പിയടിച്ച് നടക്കാതെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി. രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെട്ടവൻ പരിശുദ്ധാംശം പ്രാപിക്കുക, പരിശുദ്ധാംശം പ്രാപിച്ചാൽ വിശുദ്ധി വേർപാടും പാലിക്കുക. ഞാൻ വിശുദ്ധരായിരിക്കുക, നിങ്ങൾ വിശുദ്ധരായിരിക്കും. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഓരോ ദിവസവും വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുക. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം റോമാലേഖനത്തിലെ ഏറ്റവും പ്രധാനമായൊരു പഠനമാണ്. കഴിഞ്ഞ നാളുകളിൽ നീതീകരണത്തെക്കുറിച്ചൊരു പാസ്റ്റർ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് എൻ്റെ ഹൃദയം പെടച്ചങ്ങ് വികസിച്ചു. മനോഹരമായ നിലയിൽ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്നുള്ളത് ഒരൊറ്റ സബ്ജക്റ്റാണ്. നീതീകരണം എന്താണെന്നും വിശുദ്ധീകരണം എന്താണെന്നും തേജസ്കരണം എന്താണെന്നും പഠിപ്പിച്ച വിശ്വാസികളെ ആ തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കർത്താവ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന തേജസ്സിൻ്റെ ശരീരമാണല്ലോ തേജസ്കരണം. ആ വിഷയം വചനത്തിലൂടെ പഠിപ്പിച്ചെടുക്കണം. അതിന് ഇമ്മിണി പാടാ. വചനം പ്രസംഗിക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ കാര്യകാരണ സഹിതം ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങൾ പഠിപ്പിച്ച് വിശ്വാസികളെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷ വൃന്ദങ്ങൾ ഇന്ന് ഭൂമിയിൽ കുറവാ. ഹല്ലേലൂയ. ഞാനാരെയും കുറ്റമായിട്ട് പറയുകയല്ല. കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയെക്കുറിച്ച് പ്രസംഗിക്കണം, വരവിനെക്കുറിച്ച് പ്രസംഗിക്കണം, ഒരുക്കത്തെക്കുറിച്ച് പ്രസംഗിക്കണം, വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കണം, ആത്മീയ വളർച്ചയെക്കുറിച്ച് പ്രസംഗിക്കണം, ആത്മീയ വർധനവിനെക്കുറിച്ച് പ്രസംഗിക്കണം, ആത്മീയ നിറവിനെക്കുറിച്ച് പ്രസംഗിക്കണം, ലോകത്തോട് ഇടകലരരുതെന്ന് പ്രസംഗിക്കണം, ആത്മാവിൽ ആരാധിക്കണമെന്ന് പ്രസംഗിക്കണം. ഹല്ലേലൂയ. ആത്മ സ്വഭാവമുള്ളവരായി തീരണമെന്ന് പ്രസംഗിക്കണം, ആത്മാവിൽ നടത്തപ്പെടുന്നവരായി തീരണമെന്ന് പ്രസംഗിക്കണം. ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് പ്രസംഗം എന്നായിരിക്കും. ഞാൻ ചില പ്രസംഗങ്ങളൊക്കെ വെച്ച് കേട്ടിട്ട് ആദ്യമൊക്കെ ഇച്ചിരി കേട്ട് നോക്കിയിട്ട് പിന്നെ എനിക്ക് ആ സങ്കടം വരും. ഞാൻ ഓഫ് ചെയ്തിട്ട് എൻ്റെ പാട്ടിനെ അത്ര സമയം ഇരുന്ന് വചനം ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാം. പ്രസംഗമെന്നുള്ളത് ജനത്തെ കർത്താവിനോട് അടുപ്പിക്കലാണ്, ദൈവരാജ്യത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി തീർത്തുക എന്നുള്ളത് അതാ പ്രസംഗം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർത്തുക, അത് സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യും. അതാ പൗലോസ് ചെയ്തത്, അപ്പോസ്തലന്മാർ അതാ ചെയ്തത്. ഇന്ന് വചനം വിറ്റ് തിന്നുകൊണ്ടിരിക്കുക, വചനം കയ്യിലെടുത്ത് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക, വചനം കയ്യിലെടുത്ത് അവർക്ക് തോന്നിയതുപോലെ പ്രസംഗിക്കുക. ഇൻ്റർനാഷണൽ പ്രീച്ചേഴ്സിൻ്റെ പ്രസംഗം കേട്ടിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാനത് ഓഫ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകും. പ്രസംഗിച്ച് ലോകത്തിലേക്കും പ്രസംഗിച്ച് മറ്റ് വിവിധ നിലയിലേക്ക് ആ പ്രസംഗം ആളെ കൊണ്ടുപോകുന്നു. എന്ത് പ്രയോജനം അതുകൊണ്ട്? ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. കർത്താവിൻ്റെ വരവായി, കാഹളം തുടിക്കാൻ സമയമായി, കാഹളനാദം കേൾക്കാറായി, കുഞ്ഞാട്ടിൻ കാന്തി ആകുലകാലം തീരാറായി, ക്രൂസിൻ സാക്ഷികളെ. നമ്മുടെ ആകുലകാലങ്ങളെല്ലാം തീരാറായി, നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറാറായി, നമ്മുടെ കഷ്ടതയെല്ലാം തീരാറായി. ഇപ്പോൾ നമുക്ക് കഷ്ടതയുണ്ട്. കഷ്ടത ആരും ശാസിക്കാനും അതിനെ തർജ്ജനം ചെയ്യാനൊന്നും ആരും നിൽക്കണ്ട. കഷ്ടത ഒരു ദൈവവചനം തന്നിരിക്കുന്നതാണ്. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തികഞ്ഞവനായി, യേശുക്രിസ്തുവിന് കഷ്ടത അനുസരണം പിടിച്ച് തികഞ്ഞവനായി എന്ന് യേശുക്രിസ്തുവിന് അത് അനിവാര്യമായിരുന്നെങ്കിൽ നമുക്കും അത് അനിവാര്യമാണ്. അതുകൊണ്ട് ആ പത്രോസ് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽ ചുടുപിന്തുടൻ മാതൃക വെച്ചിരിക്കും. നമ്മുടെ അനുസരണക്കേട് കൊണ്ട് അനുഭവിക്കുന്ന കഷ്ടതകളല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടതകളുണ്ട്. അത് നമ്മെ ശുദ്ധീകരണത്തിലേക്കും നീതീകരണത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും നടത്തി നിത്യതയിൽ എത്തിക്കുവാനാണ് ആ കഷ്ടതകളെന്ന് നമ്മൾ പഠിക്കും. എനിക്ക് ഒത്തിരി പറയാനുണ്ടെങ്കിലും വാക്കുകൾ ദീർഘിപ്പിക്കാതെ ഞാനങ്ങ് നിർത്ത. പ്രസംഗം ഒത്തിരി സമയമായിപ്പോയി, ഏകദേശം 45 മിനിറ്റോളമായി. വാത്സല്യ ശ്രോതാക്കളെ, വാത്സല്യ ദൈവമക്കളെ, ലോകത്തോട് ഇടകലർന്ന് ജീവിച്ച് നിങ്ങളുടെ നിത്യത നഷ്ടമാക്കരുത്. രക്ഷ വ്യക്തിപരമാണ്,
ഭാര്യ, ഭർത്താവ്, മക്കൾ അവരവർക്ക് ഉള്ള രക്ഷയാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും രക്ഷ വ്യക്തിപരമാണെന്ന് മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ട നിങ്ങൾ രക്ഷയുടെ ഭദ്രത ഉറപ്പാക്കണം. രക്ഷിക്കപ്പെട്ട നിങ്ങൾ രക്ഷാപൂർത്തിയിലേക്ക് ചെല്ലുവാൻ വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിക്കണം. അതിന് ചെറിയ സന്ദേശം മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.